തിരുവോണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങി. സദ്യവട്ടങ്ങളടക്കം ഓണം ആഘോഷമാക്കാനുള്ളവ ഒരുക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലായിരുന്നു ഉത്രാട ദിനത്തിൽ നാടും നഗരവുമെല്ലാം. തിരുവോണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങി. സദ്യവട്ടങ്ങളടക്കം ഓണം ആഘോഷമാക്കാനുള്ളവ ഒരുക്കാനുള്ള അവസാന വട്ടോട്ടത്തിലായിരുന്നു ഉത്രാട ദിനത്തിൽ നാടും നഗരവുമെല്ലാം. നഗരഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ രാവിലെ മുതൽ എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരുന്നു. സംസ്ഥാനത്ത് മാർക്കറ്റുകളിലും കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. നമ്മൾ ഓണമല്ല, നമ്മൾ അകത്ത് അടിച്ചു പൊളിക്കണ്ടേ, അതിനുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. മലയാളികളുടെ ഓണമാണ്, നമ്മുടെ സന്തോഷമാണ്. നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നത്. രാവിലെ മുതൽ പെയ്ത കനത്ത മഴയെയും അവഗണിച്ച് ജനങ്ങൾ വിപണികളിലേക്കെത്തി. പച്ചക്കറിയും വസ്ത്രങ്ങളും പൂക്കളും തുടങ്ങിയവ വാങ്ങാനായി കമ്പോളങ്ങളിലേക്ക് ജനമൊഴുകി. മോശമായ കച്ചവടം ഇന്ന് കുറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. മഴ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് സാധനത്തിന് ഇച്ചിരി വില കൂടുതലാക്കും. കളിച്ച കൊള്ളത്തിൽ വില കുറവുണ്ട് പച്ചക്കറി വെക്കാൻ, ഈ കൊള്ളത്തിൽ വില കൂടുതലാക്കും. വ്യാപാരമൊക്കെ കുഴപ്പമില്ല, കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ചോറ് ഉപ്പേരി ഉണ്ട്, അലുവ ഉണ്ട്, ചമ്മന്തിപ്പൊടികളുണ്ട്. തിരുവനന്തപുരം, ചാല, കിഴക്കേക്കോട്ട, കോഴിക്കോട് മിഠായിത്തെരുവ് തുടങ്ങിയ സ്ഥലങ്ങൾ ജനത്തിരക്കിൽ അമർന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം നല്ല തിരക്കാണ്. കടകളിലെല്ലാം നല്ല തിരക്കാണ്. ആൾക്കാരെല്ലാം ഒത്തിരി സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇനി നാളെ തിരുവോണം ആഘോഷിക്കാനുള്ള കാത്തിരിപ്പ്. ഉത്രാടം പോലെ ഓണവും മഴയിൽ മുങ്ങുമോ എന്ന ആശങ്കയും ഉണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കേരള വിഷൻ ന്യൂസ്.